ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ ഏലാഞ്ചിയാണ് ഉണ്ടാക്കാൻ വേണ്ടി അതിലൊക്കെ കൂട്ടാൻ പറ്റിയ ഏലാഞ്ചി. പക്ഷെ പഞ്ചസാരക്ക് പകരം ഞങ്ങൾ ശർക്കരയാണ് ഇടുന്നത്. ഇതാ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിൻ്റെ ശേഷം ഇതാ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊരു വിധം വഴന്ന് വന്നതിന് ശേഷം നമ്മളിതാ തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങ ഒരുവിധം കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇതാ ശർക്കര ചെറുണ്ടിക്കാണ്ട് ശർക്കര പഞ്ചസാര ഇതിലിടുന്നില്ല, ശർക്കര മാത്രമേ. ഏലക്കായ് പൊടി ഇടും. ഈ ഏലാഞ്ചിക്ക് പറ്റിയ ദോശ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ മാവ് റെഡിയാക്കാണ്. 1 കപ്പ് വെള്ളം ഒഴിച്ചു, 1 കപ്പ് മൈദ, ഒരിത്തിരി ഉപ്പിട്ട് കൊടുക്കുക, ഒരു മുട്ട. നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇതാ മാവ് റെഡി ആക്കണമെങ്കിൽ ലൂസിലാണ് വേണ്ടത് കേട്ടോ. ഒരു ചൂടായ ചട്ടിക്ക് നമ്മളിതാ ദോശക്ക് വയ്ക്കുന്ന പോലെ ഒഴിച്ച് കൊടുക്കണം. നമ്മൾ റെഡിയാക്കിയ ദോശ ഉണ്ടല്ലോ, അതിലോട്ട് നേരത്തെ ഉണ്ടാക്കിയ ഫില്ലിംഗ് ഉണ്ടല്ലോ, തേങ്ങയൊക്കെ ഉണ്ടാക്കിയത്, അത് കുറച്ചിട്ട് എടുത്തിട്ട് 2 സൈഡും മടക്കി നമ്മളൊന്ന് തുറക്കണം. ഏലാഞ്ചി. ഇപ്പോൾ നമ്മളെ ഏലാഞ്ചി റെഡി ആയിക്കണേ. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. സൂപ്പർ.